കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് മിനി കാപ്പനോട് തൽക്കാലം തുടരാൻ വിസിയുടെ നിർദ്ദേശം. തന്നെ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു മിനി കാപ്പന്റെ ആവശ്യം. പകരം ക്രമീകരണം ഒരുക്കാമെന്നും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ മിനി കാപ്പൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇന്നലെയാണ് തനിക്ക് തുടരാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയത് മിനി കാപ്പൻ. ഇപ്പോൾ എന്താണ് മോഹനൻ കുന്നുമ്മൽ നൽകുന്ന ഉറപ്പ്? വിസി പകരം ഒരു രജിസ്ട്രാർ ഇൻചാർജ് വരും എന്ന് തന്നെയാണോ ഇനിയും നാം മനസ്സിലാക്കേണ്ടത്? അതായത് 2 രജിസ്ട്രാർമാർ എന്ന സംവിധാനം തുടരും. കേരള സർവകലാശാലയിലെ ആ ഭരണപ്രതിസന്ധിക്ക് തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല. അനുജ, ഉറപ്പായും അത് തന്നെയാണ്. കാരണം കേരള സർവകലാശാലയിലെ നാടകീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. VC നിയമിച്ച രജിസ്ട്രാറാണ് മിനി കാപ്പൻ. VC ചുമതല നൽകിയ രജിസ്ട്രാറാണ് മിനി കാപ്പൻ. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി KS അനിൽകുമാർ കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് മുകളിലേക്ക് ഫയലുകൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ KS അനിൽകുമാറുമായി ബന്ധപ്പെട്ട ഫയലുകൾ അതിൽ VC തീർപ്പാക്കുകയും ചെയ്യുന്നില്ല. ഇതായിരുന്നു കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ മിനി കാപ്പനിലേക്കുള്ള ഫയൽ നീക്കം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞതിന് പിന്നാലെയായിരുന്നു തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യം മിനി കാപ്പൻ VCയോട് അറിയിച്ചത്. എന്നാൽ അതിന് പകരമായി VC മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ മിനി കാപ്പൻ നൽകിയിരിക്കുന്ന ഉറപ്പ് തൽക്കാലത്തേക്കിന് ആ സ്ഥാനത്ത് തുടരുക എന്നുള്ളത് മാത്രമാണ് VC നൽകിയിരിക്കുന്ന ഉറപ്പ്. പകരം ക്രമീകരണം ഒരുക്കാമെന്നും വൈസ് ചാൻസലർ മിനി കാപ്പന് ഉറപ്പ് നൽകി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു VC രജിസ്ട്രാർ ഇൻചാർജ് എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വീണ്ടും ആ വിഷയത്തിൽ തർക്കവുമായും അവരുടെ പ്രതിഷേധവുമായും രംഗത്തെത്തും. മാത്രവുമല്ല, നിലവിൽ ഈ രണ്ടുപേരുടെയും തർക്കങ്ങൾ കാരണം കേരള സർവകലാശാലയിലേക്ക് എത്തുന്ന ഫയൽ നീക്കത്തിൽ കാര്യമായ പ്രശ്നമുണ്ട്. അത് വിദ്യാർത്ഥികളടക്കം ബാധിച്ചു തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ആ പ്രതിസന്ധി VC എങ്ങനെ നേരിടും? അതല്ലെങ്കിൽ ചാൻസലർ ഒരു പക്ഷേ നിലവിൽ ഈ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട കേസ് തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടം വരെ ചാൻസലർ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വിലയിരുത്തലുകളുള്ളത്. അതിനുശേഷം ചാൻസലറുടെ ഇടപെടലടക്കം ഇക്കാര്യത്തിൽ നിർണായകമായി മാറും. അനുജ, ശരി, തൽക്കാലം തുടരുക, പകരം സംവിധാനം ഒരുക്കാമെന്നതാണ് മിനി കാപ്പന് VC നൽകുന്ന നിർദ്ദേശം.